അസ്സലാമലൈക്കും. ഇന്ന് നമ്മളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഡോണട്ടൊക്കെ ചെയ്തെടുക്കുന്ന പോലെയുള്ള ഒരു ഡോ ഉണ്ടാക്കിയിട്ട് അതായിട്ട് നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. നമ്മളൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 250 ഗ്രാം മൈദ ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു മുട്ട ഒഴിച്ചു കൊടുക്കുക. രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്. അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക. എല്ലാ ബട്ടറും മുട്ടയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്നവരെ ഒന്ന് തിരുമ്മി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇളം ചൂടുള്ള ഒരു ചെറിയ ചൂടുള്ള ഒരു പാലിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. വെള്ളം കൂടി പോകരുത്. കയ്യിലൊക്കെ ഇതുപോലെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവാണ് ഉണ്ടാവുക. അത് നമ്മൾ കുഴക്കുന്നതിനനുസരിച്ച് നന്നായിട്ട് നമുക്ക് സെറ്റായി കിട്ടും. ഇതാ നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റിന് വെച്ച് കൊടുക്കണം. ഒന്നിങ്ങനെ റൗണ്ട് ഷേപ്പാക്കി കൊടുത്തിട്ട് നമുക്കൊരു അരമണിക്കൂർ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇത് നമ്മുടെ മാവ് റെസ്റ്റിന് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഇത് പൊങ്ങി ഒരു ഡബിൾ ഷേപ്പായി വന്നിട്ടുണ്ട്. കൈ വെച്ചൊന്ന് അമർത്തി കൊടുത്തതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം നമുക്ക്. ഇനി കത്തി വെച്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഈസ്റ്റൊക്കെ വീട്ടിലുണ്ട് വെച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരു അരമണിക്കൂർ റെസ്റ്റിന് വെക്കണമെന്നേ ഉള്ളൂ. ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ഓരോ പീസും എടുത്ത് ഒന്ന് കയ്യിൽ വെച്ചൊന്ന് കുഴച്ചൊന്ന് നീളത്തിലൊന്ന് ആക്കിയെടുക്കണം. ഒന്ന് ഷേപ്പാക്കി എടുക്കുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോന്നെടുത്ത് നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് നീളത്തിൽ ഇങ്ങനെ ഇതുപോലെ ഒന്ന് നീട്ടിയെടുക്കണം. ഇനി ഇങ്ങനെ ഒന്ന് റൗണ്ട് ഷേപ്പാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാനാണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇതേപോലെ ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ പരത്തിയിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ മൊത്തത്തിൽ നമ്മളിങ്ങനെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് പൊങ്ങി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം നന്നായിട്ട് ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡ് ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഉള്ളിലേക്ക് നല്ല പഞ്ഞി പോലെ അത്രയും സോഫ്റ്റായിട്ടാണ് കിട്ടുക. അപ്പോൾ അതാ ഒരെണ്ണം നമ്മളിതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്.
രണ്ടാമത്തെ കൂടി നമ്മൾ ഇതേപോലെ ഫ്രൈ ആക്കിയിട്ട് ബാക്കി ഇതേപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് വരാം. അപ്പോൾ ഇതാ മുഴുവൻ സ്നാക്സും നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും, നല്ല സോഫ്റ്റാണ്. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും കഴിയും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.